അയവിറക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ രണ്ടാം സംഗമം ഈ പഴയങ്ങാടിയിൽ ഈ വിശാലമായ ഈ നല്ലൊരു റിസോർട്ടിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട യാക്കൂബ് സാഹിബിനെ പ്രത്യേക അഭിനന്ദനം ചെയ്യുകയാണ്. കാരണം ഇത്ര ഒരു വലിയ ഒരു റിസോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്നാലും അദ്ദേഹം ഇത് വളരെ ഉത്തരവാദിത്വത്തോടെ എടുത്ത് ഇന്ന് വരെ അദ്ദേഹം ഇത് മുൻകൈയെടുത്ത് ചെയ്തത് കൊണ്ടാണ് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചത്. നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതക്രമം ഇസ്ലാമിക വീക്ഷണത്തിൽ ഈ 5 നേരം നിസ്കാരത്തോടാണ് നമ്മൾ ഉപമിച്ചിട്ടുള്ളത്. ഒന്ന് സുബൈ, അവന്റെ ചെറുപ്രായ കാലമാണ് സുബൈ. നമ്മൾ രാവിലെ തന്നെ സുബൈ നിസ്കാരമാണല്ലോ, അത് അവന്റെ പിന്നെ അത് ദുഹറിലേക്ക് കടന്ന്. ദുഹർ എന്ന് പറയുമ്പോൾ അവന്റെ യൗവന സ്റ്റാർട്ട് ചെയ്യാം. ദുഹർ മുതൽ അസർ. ഇതിവിടെ പറയാൻ കാരണം നമ്മുടെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് നമ്മുടെ യൗവന ദുഹർ മുതൽ അസർ വരെയുള്ള സമയമാണ് നമ്മുടെ ഈ എക്സ്പ്രസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ എല്ലാ ഊർജവും എല്ലാം അവിടെ ചെലവഴിച്ചതും നമ്മൾ വളരെ ഒരു സ്നേഹ സഹോദര്യത്തിൽ നമ്മൾ അവിടെ കഴിഞ്ഞുകൂടിയ അതിൻ്റെ ഒരു അനുസ്മരണമായാണ് നമ്മുടെ ഈ രണ്ടാം സംഗമം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സംഗമം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതോടനുബന്ധിച്ച് പല കർമ്മ പദ്ധതികളും തയ്യാറാക്കുവാനുള്ള ഒരു യോഗമായാണ് നമ്മൾ അവിടെ സംഗമിച്ചത്. ഇനി നമുക്കുള്ളത് ദുഹർ അസർ നമ്മളവിടെ ചെലവഴിച്ച് പിന്നീട് മഗ്‌രിബാണ്. ഈ മഗ്‌രിബിലാണ് നമ്മൾ എഴുതത്. പിന്നെ ഇഷയിലേക്ക് പോകാം. ഇഷ എന്ന് പറഞ്ഞാൽ പിന്നെ ഉറക്കം. അതിന് ശേഷം പിന്നെ നമ്മുടെ ചാപ്റ്റർ എൻട്രായി. അതിനു മുമ്പേ നമ്മളിങ്ങനെ സംഗമിച്ച് ഉള്ളതും ചിരിച്ചും കളിച്ചും പറയുക എന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒത്തുചേർന്ന ശേഷം ഞാൻ എന്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. വളരെ ത്യാഗം സഹിച്ചു. നമ്മൾ യാതൊരുവിധ വലിയ മുൻകരുതലും ഇല്ലാതെ ഇവിടെ ഇന്നലെ തന്നെ എത്തിയ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള സഹോദരന്മാർ വിശിഷ്യ അൻസാരി, സലാം സാഹിബ്, അതുപോലെ സലീം എല്ലാം ഇന്നലെ മുതലേ ഇവിടെയുണ്ട്. അവരെ ഈ യോഗത്തിലേക്ക് മജീദ് സാരില്ല ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എഴുതുന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ പ്രവർത്തകനും ഇവിടുത്തെ ലോക്കൽ ബോഡി മെമ്പറുമായിരുന്നിരുന്ന ഖാദിരിയാണ്. അദ്ദേഹത്തെ ഈ സംഗമത്തിന് വേണ്ടിയും എന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സലീം സാഹിബാണ്. സലീമിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന മിസ്റ്റർ യാക്കൂബിനും അതുപോലെ ഈ വേദിയിലുള്ള എല്ലാവരും നമ്മൾ ആശംസാ പ്രസംഗരാണ്. എല്ലാവരും ഇവിടെ വന്നിട്ട് 2 വാക്ക് സംസാരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അനുസ്മരണം കഴിയലും ഉച്ചഭക്ഷണ ടൈമാവും. അതിനുശേഷം ബാക്കിയുള്ള പരിപാടി സെറ്റ് ചെയ്യാം. അതുകൊണ്ട് അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ സലീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ പ്രതീക്ഷിച്ചിന് ഒരു 10-55 ആളാണ്, ആരും എത്തിയില്ല. അതുകൊണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുമില്ല. അതുകൊണ്ട് പ്രശ്നം. പിന്നെ ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ട്. ഭക്ഷണം ആയിക്കഴിഞ്ഞു. 12:30 മണിക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഭക്ഷണം റെഡിയായി. അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിക്കണമെന്നില്ല. പിന്നെ എക്സ്പ്രസിന്റെ കാര്യങ്ങൾ പറയാമെങ്കിൽ എക്സ്പ്രസ് ഇപ്പോ ഇല്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനടക്കം എല്ലാം എടുത്തിട്ട് പോയി. പിന്നെ അപ്പോൾ വീട്ടിൽ കൊണ്ട് കുറെ ആള് നമ്മളിങ്ങോട്ട് എത്തുകയും ചെയ്തു. അല്ലെങ്കിൽ ഈ കാതിൽ വന്നണക്കെ എക്സ്പ്രസിൽ ഇപ്പം ചിലപ്പം പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ വരെ അവിടെ ഉണ്ടാവും. അതെ 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 വീട്ടിൽ നിന്ന് നമ്മൾ പോരണം. ഇപ്പൊ എക്സ്പ്രസിന്റെ കാര്യം പറയാന്നെങ്കിൽ ഞാനിപ്പോ ഒരു 9 വർഷം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കൃഷ്ണേട്ടാന്ന് മാതിരില്ല കുറെ ആൾക്കാർ. പിന്നെ എന്റെ മെയിനായിട്ടുള്ള സ്നേഹിതനിടയില്ല. പിന്നെ സലാം എത്തിയില്ല. സലാമാണ് എന്റെ റൂം പാർട്ണർ. പിന്നെ അതിനു മുമ്പേ പിന്നെ ഇസാഖ് ഉണ്ടായിരുന്നു. ഇസാഖിനെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം. മലായ് സർ. അപ്പൊ അവരൊന്നും വന്നിട്ടില്ല. കാരണം വരുന്നെങ്കിൽ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു 150 ആളെങ്കിലും ഇപ്പം നമ്മൾ യു പി മുതൽ പാകിസ്ഥാൻ മുതൽ ബോംബെ വരെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും പോരാ. ഈ സ്ഥലമൊന്നും അത്ര പോരാന്നില്ല. പിന്നെ കൂടുതലൊന്നും അധികം സംസാരിക്കുന്നില്ല. ഭക്ഷണ സമയം
പിന്നെ ഈ സലാമാണൊക്കെ മുഖ്യപ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രഭാഷണം സായന്ത്രം മാതിരി അതിന്റെ മാതിരി നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ എക്സ്പ്രസിന്റെ കാര്യങ്ങൾ പറയാന്നെങ്കിൽ ഇപ്പം മൊത്തത്തിൽ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എവിടെയോ എത്തേണ്ട ഒരു സംഭവമാണ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമയത്തിന് ഞാൻ വന്ന സമയത്തിന് എക്സ്പ്രസ് ഒരുപാട് പുരോഗമനത്തിലേക്ക് എത്തിന്. അന്നേരം ഒരു ശംസവും കാര്യമൊന്നും എത്തിയിട്ടില്ല. ശംസം അവരൊന്നുമില്ല. ഞാൻ അതിനു മുമ്പ് അവിടുന്ന് പിരിഞ്ഞു പോയതാണ്. ഒരുപാട് എവിടെയോ എത്തേണ്ട ഒരു വളരെ സങ്കടത്തിലാണ് നമുക്ക് എക്സ്പ്രസ്. പിന്നെ ഇപ്പൊ നമ്മളിൽ നിന്നും അത് പിന്നെ പോയിപ്പോയെന്നുള്ള കാര്യം വളരെ ഖേദകരമാണ്. പിന്നെ നമ്മുടെ അബ്ദുള്ള സുബൈറിന്റെ കാര്യം ചിന്തിക്കുമ്പോഴും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് തോന്നുന്നത്. കാരണം എക്സ്പ്രസിന്റെ അവസ്ഥ ഞാനുണ്ടാകുമ്പോൾ ഒരു വിഷയമില്ല. ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ഇവരെ ഒരു പിന്നെ വീഡിയോ കണ്ടിരുന്നു. ഒരുപാട് മെഷീനറീസ് ഒരുപാട് വന്നിരുന്നു. കാരണം ഒരു ടെക്നോളജി ഇല്ല, കുറെ മെഷീനും കാര്യങ്ങളും വന്നിരുന്നു. അപ്പൊ അത്രയും എന്താ പറയണ്ടേ, ദുബൈയിലുള്ള എക്സ്പ്രസ് എന്ന് പറഞ്ഞ LLC എന്ന കമ്പനി ഇപ്പൊ ഇല്ലാത്തതിൽ തന്നെ നമുക്ക് അതുമാതിരി DHT, അതായത് ഒരു ലോകം തന്നെയായിരുന്നു എക്സ്പ്രസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അതിൽ നിന്ന് നമ്മളെ കയ്യിൽ നിന്നും അത് നമ്മളെ തലമുറകൾക്ക് കിട്ടേണ്ടതായിരുന്നു. കാരണം ഒന്നില്ലെങ്കിൽ നമ്മളെ മകൻ അല്ലെങ്കിൽ മറ്റേവരും പോകേണ്ടതായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഇത് നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു വല്ലാത്തൊരു പിന്നെ ബുദ്ധിമുട്ടും വിഷമങ്ങളും നമുക്ക് അത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഭക്ഷണത്തിന്റെ സമയമായി. പിന്നെ ചർച്ചകൾ ഒരുപാട് ചെയ്യേണ്ടതാണ്. അത് മുഖ്യമായിട്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. സലാമും കാര്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവർക്കും പിന്നെ മാത്രമല്ല ഭക്ഷണം നമ്മൾക്ക് എത്ര മണിക്കാന്നുള്ള കാര്യം നമുക്ക് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണം കൊണ്ടുവരണം പോയിട്ട്. അപ്പൊ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് വേദിയിൽ ആശംസകൾ ആഘോഷിക്കാൻ നമ്മളെ അൻസാരി സാഹിബ് അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും വേദിയിലേക്ക് കടന്നു വരണം. എല്ലാവർക്കും വേദിയിലൂടെ ഇരിക്കാം കേട്ടോ. ഇത് എല്ലാവർക്കും ഇരിക്കേണ്ട സീറ്റാണ്. എനക്കും സലാമിന് മാത്രം സംഘടിപ്പിച്ച സീറ്റല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ പിന്നെ നമുക്ക് പിന്നെ അബൂക്ക ഇവിടെ വന്നിരുന്ന നമ്മുടെ ഈ വേദിക്ക് സ്വാഗതം ആശംസിക്കുകയും എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ജീവിതത്തിന്റെ പകുതിയോളം കഴിച്ചുകൂട്ടിയവരുടെ മാനസികമായ അടുപ്പം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോർഡിനേഷൻ ആണ് പ്രിയപ്പെട്ട സലാം. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ആലങ്കാരികമായി ഒരു അധ്യക്ഷനും ഒരു ഉദ്ഘാടകനും ഒരു സ്വാഗതവും എന്നൊക്കെ രൂപകൽപ്പന ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അല്ലാണ്ട് വേറെ ചെറുപ്പം വലിപ്പത്തിന്റെ ഒന്നും വ്യത്യാസങ്ങൾ ഇതിലില്ല. പ്രിയപ്പെട്ട സലീം, അതുപോലെ തന്നെ നാസർ, യവ്കൂബ്, മറ്റ് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എൻ്റെ കുറച്ചു കാലമെങ്കിലും സഹപ്രവർത്തകരായി ഉണ്ടായിരുന്ന എക്സ്പ്രസിലെ സഹോദരങ്ങളെ, സഹോദരികൾ, പ്രവാസ ജീവിതത്തിന്റെ ഇന്നുള്ള പ്രവാസവും നിങ്ങളിപ്പോ ഇവിടെ 30 വർഷത്തിലധികം ജോലി ചെയ്തവർ പോലും ഇവിടെയുണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ കാലത്തുള്ള പ്രവാസം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കെട്ടിയോളും തട്ടാനും എന്ന രൂപത്തിലാണ്. അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലി അവരെ സെലക്ട് ചെയ്യും. അവരെ ജീവിതവും അവരെ സൗഖ്യവും മാത്രം എന്നതാണ് ഇന്നത്തെ ആധുനിക പ്രവാസി. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മെഴുകുതിരി പോലെ ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന രീതിയിൽ കുടുംബത്തിന്റെ സഹോദരിമാരെ കെട്ടിക്കൽ, ഉമ്മാക്ക് വീടെടുക്കൽ, അമ്മമാർക്കും സഹോദരികൾക്കും വേണ്ടി ജീവിക്കൽ, അവിടുന്ന് കഴിഞ്ഞിട്ടാണ് സ്വന്തം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്നതോടുകൂടി ആ മക്കളുടെയും ഭാര്യയുടെയും സ്വന്തത്തിന്റെയും കാര്യങ്ങൾ നിർവഹിച്ച് എക്സ്പ്രസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിടവാങ്ങിയിട്ടാണ് നിൽക്കുന്നവരാണ്
എൻ്റെ മുന്നിലുള്ള നിങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എക്സ്പ്രസിൽ കുറെ കാലമൊന്നും ഉണ്ടായിട്ടില്ല. കേവലം ഒരു 2 ടേമായിട്ട് 3 വർഷം. പക്ഷെ ആ 3 വർഷത്തെ ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു അനുഭവ സമ്പത്ത് നേടാൻ സാധിച്ചിരുന്നു. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ആ ജോലിയുമായി ബന്ധപ്പെട്ട ത്യാഗം അവിടെ നിർവഹിച്ചിട്ടുള്ള സാധാരണക്കാരായ ആളുകളാണ് എൻ്റെ മുന്നിലുള്ളത്. അത് ഞാൻ നേരിട്ട് കാണുകയും ചെറിയ ഒരു നാളുകളെങ്കിലും അനുഭവിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളൊക്കെ ആ കാലഘട്ടങ്ങൾ നിർവഹിച്ച ആ ത്യാഗത്തെ എപ്പോഴും ഓർമ്മിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രയാസങ്ങളുടെ ഇടയിൽ ഒരുപാട് മുഖങ്ങൾ ആ കുറഞ്ഞ നാളുകളാണെങ്കിലും ഏതാണ്ട് അന്നുണ്ടായ ആളുകളെയൊക്കെ ഞാൻ ഓർമ്മിക്കാറുണ്ട്. അതിലിപ്പോ ഇവിടെ ഇല്ലാത്തത് ഇപ്പൊ സച്ചുക്ക, AC-ക്ക, പിന്നെ സ്റ്റോറും ചെയ്തുക്ക, നൗഷാദ്, പിന്നെ ടൈം മേക്കിങ്ങിലെ ഹുസൈൻ, കാസർഗോഡിലെ റഹീം, പിന്നെ ഒരു കടിച്ച ഇക്ബാൽ, പിന്നെ എല്ലാം അങ്ങനെ ഞാൻ ഓർമ്മിക്കുന്ന മുഖങ്ങളെ മറക്കാൻ കഴിയില്ല. പിന്നെ നമ്മളെ ശശി എന്നും ഒരു 2 വരി മൂളിപ്പാട്ടും പാടിയിട്ടാണ് ലെൻഡിങ്ങിലേക്ക് ലോഡിങ്ങിന് ഫ്രീ ആകുമ്പോൾ വരാം. എന്താ നല്ല 2 വരിയാണ്. ആദ്യമായി കണ്ടുമുട്ടിയ മറന്നോ നീ, ആദ്യമായി കണ്ടുമുട്ടിയ രാവുകൾ എന്ന് പറഞ്ഞൊരു വരി എന്നും മൂളിക്കൊണ്ടാണ് ശശി വരാം ലൈവിലേക്ക്. ഞാൻ പാക്കേജിങ്ങില് ഫത്താഹ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനോടൊപ്പമാണ് ഞാൻ അവിടെ എത്തിയത്. ഞാനിത് പറയുന്നത് അധികപ്പെട്ടായി തോന്നരുത്, കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാൻ, അതുകൊണ്ട് പറയാം. ഒരു നിമിത്തം എന്ന് പറയട്ടെ. ഇന്നലെ നമ്മുടെ ഫത്താഹിന്റെ മാതാവിന്റെ രാത്രി മരണപ്പെടുകയും ഞാനിപ്പോ അതും കൂടി കഴിഞ്ഞവൻ അവിടെ വീട് സന്ദർശിച്ചവരൊക്കെ ഇവിടെ ഉണ്ട്. എന്തോ ആ ഫത്താഹിന്റെ മാതാവിന്റെ മരണം ഒന്നുകൂടി ഫത്താഹിനെ കുറിച്ച് കൂടുതൽ ഓർമ്മിക്കുവാനും ഇങ്ങനെ ഒരു വേദിയിൽ ഫത്താഹിന്റെ കൂടെ ജോലി ചെയ്ത് ജീവിതം പിന്നെ സന്തോഷകരമായും കാലിച്ചിരിയുമായി കൂടിയ നിങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടുന്നു. ഈ ഒത്തുചേരൽ കുറെ ആൾക്കാരൊന്നും വന്നിട്ടില്ല എങ്കിലും ഒരു ഉഷാറായി പിന്നെ ഇതിന്റെ ഭാരവാഹികൾ സംഘാടകര് എല്ലാവരും നന്നായിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അവരോട് എവിടേക്ക് പോയി? പെണ്ണുങ്ങളെ എവിടേക്ക് പോയി? നിസ്കരിക്കാൻ തരാം. മതി എത്ര മതി? ഒരു പീസ് കൊടുക്കും. മതിയാളെങ്കിൽ പീസ് ഉണ്ടോ? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റ് വലിയ ബുദ്ധിമുട്ടാണ്. 2-3 മാസം തിരക്കില്ല അങ്ങനെ. മജീദ് മക്കളിൽ എത്രയുണ്ട്? എന്താ ചെയ്യുന്നത്? രണ്ടാളുണ്ട്.